ലോങ് ടൈമിലേക്ക് വളരെ സേഫ് ആയിട്ട് നമുക്ക് വളരെ റിസ്ക് കുറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എനിക്ക് ഒരു മാസം ഒരു 1000 രൂപ അല്ലെങ്കിൽ ഒരു 5000 രൂപ മാറ്റി വെക്കാനുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മ്യൂച്വൽ ഫണ്ട് ചെയ്യണോ, അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിടാൻ പറ്റിയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇത് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചല്ല, ഇത് ETF ഫണ്ടിനെ കുറിച്ചാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ റിസ്ക് കുറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ് ETF ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് എന്താണ് ETF ഫണ്ട്? ETF ഫണ്ട് എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നാണ് ETF ഫണ്ടിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നിഫ്റ്റി 50 എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? NSEയുടെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50. NSE ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 5000-ന് മുകളിലുള്ള സ്റ്റോക്കുകളിൽ ഏറ്റവും മികച്ച 50 സ്റ്റോക്കുകളെ മാറ്റിവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നതാണ് നിഫ്റ്റി 50 സ്റ്റോക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ബാങ്കിങ് സെക്ടേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ ബാങ്കിങ് സെക്ടേഴ്സിൽ ഏറ്റവും മികച്ച ബാങ്കുകൾ HDFC, ICICI, കൊഡാക്ക് ഇതെല്ലാം നിഫ്റ്റി 50-ലുണ്ട്. IT സെക്ടറാണ് എടുക്കുന്നതെങ്കിൽ ഇൻഫോസിസ്, TCS അങ്ങനെയുള്ള എല്ലാ HCL ടെക് ഇതെല്ലാം നിഫ്റ്റി 50-ലുണ്ട്. ഫാർമ സെക്ടർ എടുക്കുകയാണെങ്കിൽ ഡോക്ടർ റെഡ്ഡീസ്, സിപ്ല, ബയോകോൺ, ലുപ്പിൻ ഇതൊക്കെ ഫാർമ സെക്ടറിലെ വലിയ വലിയ കമ്പനികളാണ്. ഇതൊക്കെ നിഫ്റ്റി 50-ലുണ്ട്. അപ്പം നിഫ്റ്റി 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മികച്ച കമ്പനികളുടെ ഒരു ഇൻഡെക്സ് ആണ്. ഇത്രയും മികച്ച കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 50 കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു 50 ലക്ഷം രൂപയെങ്കിലും വേണം. പക്ഷേ അതെന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് ഒന്നിച്ചെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നിഫ്റ്റി 50-ൽ 50 സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, നടക്കാത്ത കാര്യമാണെന്നല്ല, പക്ഷെ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇവിടെയാണ് ഈ ETF ഫണ്ടുകൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നിഫ്റ്റി 50 ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിഫ്റ്റി 50 25,000-ലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. നിഫ്റ്റി 50 25,000-ലാണ് നിൽക്കുന്നതെങ്കിൽ നിഫ്റ്റി 50-യുടെ ETF ഫണ്ടിന് വെറും 250 രൂപ മാത്രമാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിഫ്റ്റി 50 25,000, നിഫ്റ്റി 50-യുടെ ETF ഫണ്ടിന് 250 രൂപ. ഇതാണ് നിഫ്റ്റി ബീസ് എന്ന് പറയുന്ന ETF ഫണ്ട്. ഓക്കെ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം, എങ്ങനെയാണ് ഇത് മുകളിൽ പോകുന്നത്, ഇങ്ങനത്തെ ഡൗട്ട് നിങ്ങൾക്കില്ലേ? യെസ്, അതായത് നിഫ്റ്റി 50 എൻറ്റേർലി എങ്ങോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? മുകളിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി 50-ൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു 50 ലക്ഷം രൂപയെങ്കിലും വേണം. പക്ഷെ ഇവിടെ എന്താണ്, നിഫ്റ്റി 50-യുടെ 100-ൽ1 അപ്രോക്സിമേറ്റ്ലി 100-ൽ1 നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത്. അതായത് നിഫ്റ്റി 50 മുകളിലോട്ട് പോകുന്നതിൻ്റെ കൂടെ 100-ൽ1 നിഫ്റ്റി ബീസും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അതായത് നിഫ്റ്റി 50 25,000-ലാണ്, ഇനി അടുത്ത് 26,000-ൽ നിഫ്റ്റി 50 എത്തുമ്പോൾ ഈ നിഫ്റ്റി ബീസ് എത്രയായിട്ടുണ്ടാവും? 260 രൂപയായിട്ടുണ്ടാവും. അങ്ങനെ 50,000-ൽ എത്തുമ്പോൾ ഇത് 500 ആയിട്ടുണ്ടാവും. അപ്പോൾ 250 രൂപ കൊടുത്ത് നിഫ്റ്റി ബീസ് വാങ്ങിക്കാൻ നിങ്ങൾ റെഡിയാണ്, അല്ലെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും എന്നുള്ളതാണ്. കറൻറ്റ്ലി നിഫ്റ്റി ബീസിന്റെ വില 277 രൂപയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഏകദേശം 100-ൽ1 നിഫ്റ്റി ബീസ്. അതായത് ഇതിൽ പൈസ ഇവർ റീഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ കറക്റ്റായിട്ട് 100-ൽ1, അപ്രോക്സിമേറ്റ്ലി 100-ൽ1. അപ്പം നിഫ്റ്റി 50 മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് ഈ ഒരു ബീസ് മുകളിലോട്ട് പോകും. പിന്നെ നിഫ്റ്റി 50-യുടെ പ്രത്യേകത എന്താ? ഈ മികച്ച 50 കമ്പനികളിൽ ഏതെങ്കിലും ഒരു കമ്പനി മോശമാണെന്ന് വിചാരിക്കുക, NSE തന്നെ ആ മോശം കമ്പനീനെ മാറ്റി നല്ല കമ്പനികളെ ആഡ് ചെയ്ത് ഈ നിഫ്റ്റി 50-നെ മുകളിലോട്ട് കൊണ്ടുപോയിക്കോളും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സേഫായിട്ട് റിസ്ക് കുറഞ്ഞ് ഈ നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴാണ് നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? മാർക്കറ്റ് പൊട്ടി, മാർക്കറ്റ് താഴെയാണ്, മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണെന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ മുകളിൽ പോകുമ്പോൾ ഇവർ ബുക്ക് ചെയ്ത് മാറുന്ന ആളുകളുണ്ട് കേട്ടോ. അങ്ങനെ നിഫ്റ്റി ബീസിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളുടെ കയ്യിൽ വരുന്ന പൈസ അനുസരിച്ച് ആഴ്ചയിലോ മാസത്തിലോ കുറേശ്ശെ നിഫ്റ്റി ബീസ് ആഡ് ഓൺ ചെയ്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഇത് വലിയൊരു വെൽത്ത് നിങ്ങൾക്ക് കൊണ്ടുതരും എന്നുള്ളതാണ്. ഇനി നിഫ്റ്റി ബീസ് മാത്രമല്ല, വേറൊരു ബീസും കൂടിയുണ്ട്. അതാണ് ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ബാങ്ക് നിഫ്റ്റി. അതായത് NSE ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള ബാങ്കിങ് സെക്ടേഴ്സിന്റെ ഇൻഡെക്സ് ആണ് ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത്. ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വാല്യൂ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്ക് നിഫ്റ്റി ഒരു 50,000-ലാണ് നിൽക്കുന്നതെങ്കിൽ ബാങ്ക് ബീസ് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ 100-ൽ1. അപ്പോൾ ഏകദേശം എത്രയായിരിക്കും? 500 രൂപയായിരിക്കും. പക്ഷെ കറൻറ്റ്ലി ബാങ്ക് ബീസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 570 രൂപയാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു രാജ്യം വളരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ബാങ്കിങ് സെക്ടേഴ്സാണ് ആദ്യം വളരുന്നത്. ഇപ്പോൾ ബാങ്ക് ബീസ് പറഞ്ഞാൽ കുറച്ചും കൂടി റിസ്ക് അവിടെ കൂടുതലായി. നിഫ്റ്റി 50-ൽ എല്ലാ സെക്ടേഴ്സിൽ നിന്നുള്ള
കമ്പനികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചുകൂടി സേഫാണ്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ബാങ്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാങ്കിങ് സെക്ടേഴ്സിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി താഴെ പോകും. പക്ഷേ ഇത് ലോങ് ടൈമിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് നല്ല വെൽത്ത് ഈ ബാങ്ക് ബീസ് എന്ന് പറയുന്ന ETF ഫണ്ട് കൊണ്ടുതരും. ഇതൊരു മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ ഉള്ളപ്പോൾ വാങ്ങി ഇട്ടാൽ മതി. എപ്പോഴും വാങ്ങണമെന്നില്ല. ഇപ്പോൾ ഈ ആഴ്ച നിങ്ങളുടെ പൈസ ഇല്ലേ, നിങ്ങൾ വാങ്ങണ്ട, അടുത്ത ആഴ്ച വാങ്ങിയാൽ മതി. ഇനി എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതങ്ങോട്ട് ബൈ ചെയ്ത് ഇട്ടിരിക്കുക. അപ്പോൾ ഇത് രണ്ടും വളരെ സേഫ് ആയിട്ടുള്ള ഈ ബീസുകളാണ്, നിഫ്റ്റി ബീസും ബാങ്ക് ബീസും. അപ്പോൾ നിഫ്റ്റി ബീസ് ഇപ്പോൾ ഒരെണ്ണം വാങ്ങണമെങ്കിൽ 277 രൂപയും ബാങ്ക് ബീസ് ഇപ്പോൾ ഒരെണ്ണം വാങ്ങണമെങ്കിൽ 570 രൂപയാണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. ഇനി ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നിങ്ങളടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം ഗോൾഡ് എവിടെ ചെന്നാ നിന്നത് അല്ലേ? വൻ കുതിച്ചതായിട്ടായിരുന്നു ഗോൾഡിന്. അപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മൾ ഗോൾഡ് വാങ്ങി വെക്കുക. അത് വളരെ റിസ്ക്കാണ്, കള്ളന്മാർ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല നമ്മൾ വിൽക്കാൻ നിൽക്കുന്ന സമയത്ത് അവർ മണിക്കൂറോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ അവർ തരത്തില്ല. അപ്പോൾ നമ്മൾ ഒരു ഗോൾഡ് കോയിൻ വാങ്ങി വെക്കുന്നത്. പക്ഷേ ഗോൾഡ് കോയിൻ വാങ്ങിക്കുമ്പോഴും ഇത് സൂക്ഷിച്ച് വെക്കാനുള്ള സൗകര്യം നമുക്കില്ല. അതുപോലെ തന്നെ അതിലും കുറച്ച് നൂലാമാലകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറയും ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കുന്നത്. ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്ന പറഞ്ഞെങ്കിൽ SGB ഗോൾഡ് സൊവേറിയൻ ബോണ്ട്സ് ആണ്. പക്ഷേ ഗോൾഡ് സൊവേറിയൻ ബോണ്ട്സ് ഈ ഗോൾഡിൻ്റെ അനധികൃതമായ ഹൈപ്പ് മൂലം ഈ RBI ഗോൾഡ് സൊവേറിയൻ ബോണ്ട്സ് ഈ ഒരു വർഷം ഇറക്കിയിട്ടില്ല. പിന്നെ നമ്മൾ എങ്ങനെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലേ? ഇവിടെയാണ് ഗോൾഡ് ETF ഫണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഗോൾഡിൻ്റെ വാല്യൂടെ, അതായത് ഗ്രാം നോക്കുകയാണെങ്കിൽ 1000-1, പവൻ നോക്കുകയാണെങ്കിൽ 100-1 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൻ്റെ അതായത് ഗോൾഡിൻ്റെ 100-1 ഗോൾഡ് ബീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഗോൾഡ് ബീസിന് ഇപ്പോഴത്തെ വില ഏകദേശം 84 രൂപയാണ്. അതായത് ഗോൾഡിൻ്റെ 0.01 ഗ്രാം വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബീസ് പോലെ തന്നെ ഗോൾഡിൻ്റെ മാർക്കറ്റ് പ്രൈസ് അനുസരിച്ചാണ് ഗോൾഡ് ബീസ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഗോൾഡിൻ്റെ വില 52,000 75,000 എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ 1000-1 ഈ ഒരു ഗോൾഡ് ബീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരും പറയും ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ നമുക്ക് സാധാരണ ആളുകൾക്ക് അത്രയും പൈസ കൊടുത്ത് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കാനില്ല. ഇങ്ങനെയുള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് ഇതേ ഗോൾഡ് ബീസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. നിങ്ങളുടെ കയ്യിൽ പൈസ വരുന്നതിനനുസരിച്ച് ഗോൾഡ് ബീസ് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇരിക്കാം. ഇനി ഈ ആഴ്ച വാങ്ങിക്കാനില്ലെന്ന് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല. ഇവിടെ വാങ്ങുന്നത് ഞാൻ ഇവിടെ സൈഡിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ ഗോൾഡ് ബീസ് എന്ന് ടൈപ്പ് ചെയ്യുക. എത്ര ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ക്വാണ്ടിറ്റി അടിച്ചു കൊടുക്കുക, ബൈ കൊടുക്കുക. നമ്മുടെ പൊസിഷനിൽ അന്ന് വന്ന് കിടക്കും, പിറ്റേ ദിവസം നമ്മുടെ ഹോൾഡിങ്സിലേക്ക് ഇത് ഷിഫ്റ്റ് ആവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗോൾഡ് ബീസ് എന്ന് പറയുന്ന ETF എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ സിൽവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും സിൽവർ ഓർണമെന്റ്സ് മാത്രമല്ല, പല രീതിയിലുള്ള സെമി കണ്ടക്ടേഴ്സ്, അതുപോലെ തന്നെ EV, അതുപോലെ ബാറ്ററീസ്, അങ്ങനെയുള്ള പല സെക്ടേഴ്സിലും ഈ സിൽവർ എന്ന് പറയുന്ന ഈ ഒരു മെറ്റൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിൽവറിന് ഭാവിയിൽ ഭയങ്കര ഡിമാൻഡ്സ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സിൽവറിൻ്റെ ETF ഫണ്ടായ സിൽവർ ബീസിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഏകദേശം 111 രൂപയാണ് സിൽവർ ബീസിനുള്ളത്. ഇത് വളരെ സേഫ് ആയിട്ടുള്ള 4 ബീസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിഫ്റ്റി ബീസ്, ബാങ്ക് ബീസ്, ഗോൾഡ് ബീസ്, സിൽവർ ബീസ്. പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഇതൊക്കെ നടക്കോ, ഇതൊക്കെ വല്ലതും ഉണ്ടാവോ എന്ന് ചോദിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം. ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഈ സെയിം ടോപ്പിക്ക് ഈ ബോർഡിൽ വേറെ ബോർഡിൽ ഞാൻ ഇതുപോലെ തന്നെ എഴുതി നിങ്ങളെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഈ സൈഡിൽ ഞാൻ ഇൻസൈറ്റിൽ വേണമെങ്കിൽ കാണിക്കാം. അതിൽ ഇതിൻ്റെയൊക്കെ വാല്യൂ ഞാൻ ബോർഡിൽ എഴുതി. ഇപ്പം എത്രയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ബാങ്ക് ബീസ് ഇപ്പം ഞാൻ പറഞ്ഞ 570 രൂപയല്ലേ, ബാങ്ക് ബീസ് അന്ന് 456 രൂപയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 494 രൂപയാണ് ബാങ്ക് ബീസിനുള്ളത്. ഞാൻ ഈ സെയിം കണ്ടന്റ് ഇൻസ്റ്റഗ്രാമിൽ റീൽ ചെയ്യുമ്പോൾ ഇതിന് 450 രൂപയാണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റി ബീസ് എനിക്ക് ഓർക്കുന്നില്ല. ഗോൾഡ് ബീസ് അന്ന് ഏകദേശം ഒരു 52 ആ റേഞ്ചിലായിരിക്കും. ഗോൾഡ് ബീസിന്റെ വില വെറും 54 രൂപയാണ്. ഇന്ന് അതിന്റെ വില 84 സിൽവർ ബീസ് ഞാൻ ഓർക്കുന്നില്ല. ചിലപ്പോൾ ഈ ബോർഡ് കാണിക്കുമ്പോൾ അതിൽ നിങ്ങൾ ഒന്ന് സൂം ചെയ്ത് നോക്കിക്കോ. സെയിം ടോപ്പിക് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇതിൽ ഇത്രയും ആളുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് ആലോചിക്കുക. അല്ലാതെ പരസ്യമായിട്ട് ഇപ്പോൾ പല കമന്റ്സ് ഞാൻ കാണുന്നത് ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ ആർക്ക് കിട്ടാൻ, ഞാൻ ക്ലെയിം ചെയ്യുന്നതല്ല. ഇത് ഞാൻ എൻ്റെ ചാനൽ 2023 ഇട്ട വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് പുതിയതായിട്ട് വന്ന ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ട്രഡീഷണൽ മെത്തേഡൊന്നും ആരും തന്നെ യൂസ് ചെയ്യുന്നില്ല. FDയോ ചിട്ടിയോ അതൊന്നും ആർക്കും വേണ്ട. എല്ലാവരും പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്തുകൊണ്ട് പോവാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ തന്നെയാണ്.
ആണ്. ഒരു രാജ്യത്തിൻ്റെ ഒരു വാല്യൂ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വളരെ സേഫ് ആണ്. ഞാനിത് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. പക്ഷേ ചെയ്യുന്നവർ ചെയ്യട്ടെ, ബാക്കിയുള്ളവർ അവരെ ഡിസ്കറേജ് ചെയ്യാതിരിക്കുക. അങ്ങനെ പല എക്സാമ്പിൾസും ഉണ്ട്. ഇപ്പോൾ ചില കമ്പനികൾ, ഇപ്പോൾ എൻ്റെ ബ്രദറൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അവർക്ക് അവരുടെ കമ്പനിയുടെ ഷെയർ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ പലരും അത് കളിയാക്കി, അതൊന്നും വാങ്ങിച്ചു വെക്കേണ്ട, എൻ്റെ 6 ലക്ഷം രൂപയ്ക്ക് അത് വാങ്ങിക്കണമായിരുന്നു, അന്ന് വാങ്ങിച്ചു വെക്കേണ്ട, വെറുതെ പൈസ കളയാനാണ്. പക്ഷെ 2 വർഷത്തിന് ശേഷം അവർക്ക് അതിൽ ഡിവിഡൻറ്റും അതുപോലെ തന്നെ അത് കിട്ടിയതിൽ ഇരട്ടി വിലയ്ക്ക് വിറ്റ് അവർക്ക് പൈസ കിട്ടിയപ്പോൾ ഈ കളിയാക്കിയവർ മണ്ടത്തരായെന്ന് തോന്നിപ്പോയി. അപ്പോൾ ഇതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ചെയ്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ 10,000 രൂപ കൊണ്ട് 1 ലക്ഷം രൂപ ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു വരുന്ന തരത്തിലുള്ള ആളുകളുടെ അടുത്ത് പോവാതെ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായും സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് വെൽത്ത് കൊണ്ടുതരും. ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ആ ഒരു എക്സാമ്പിൾ ഇട്ടു. ഞാൻ ക്ലെയിം ചെയ്യുന്നതല്ല, ഈ കമൻറ്റ് ചെയ്യുന്നവർക്ക് എൻ്റെ ഒരു ആൻസർ ആയിട്ട് ഞാനിത് കൊടുക്കുകയാണ്. ഇത് മാത്രമല്ല, കുറച്ചുകൂടി നാരോയിട്ട് IT ബീസ്, ഫാർമ ബീസ്, ആ ഒരു ബീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ബിഗിനേഴ്സിന് ഈ ഒരു 4 ബീസ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ വളരെ ധാരാളമാണ്. സിൽവർ ഇനിയിപ്പോൾ ഗോൾഡ് ഓൾറെഡി ഇത്ര റാലി ചെയ്തതിക്ക് ഇനി പെട്ടെന്നൊരു ഹൈക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ സിൽവറിൽ അങ്ങനെയല്ല, സിൽവർ ഇനി ഹൈക്ക് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 4 ബീസ് നിങ്ങളുടെ മനസ്സിലിരിക്കുക. ഇത് നിപ്പോൺ ഇന്ത്യ ETF ഫണ്ട് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ചാർട്ടും ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഞാൻ ഇവിടെ കാണിക്കാം. ജസ്റ്റ് ട്രേഡിംഗ് വ്യൂവിൽ നിഫ്റ്റി ബീസ്, IT ബീസ് അല്ലെങ്കിൽ ബാങ്ക് ബീസ് ഒക്കെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ ഈ ബീസ് ഒരു SIP പോലെയോ നിങ്ങളുടെ കയ്യിൽ പൈസ വരുന്നതിനനുസരിച്ച് ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.